ഹോംലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു തിരുത്തുണ്ട്. ജനപ്രിയ നായകനല്ല അദ്ദേഹം. എല്ലാം ഞാൻ തന്നെ. അറിയണ്ടേ, റൈറ്റർ വിശേഷിച്ചതാണ് ജനപ്രിയ നടൻ. ഹോംലി സ്റ്റാർ മതി. എല്ലാവർക്കും നമസ്കാരം. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമായിട്ട് വെച്ചിരുന്ന പരിപാടിയിൽ വാചാലനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും വാചാലനാവേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം കുഞ്ഞിരാമായണത്തിലുണ്ടായിരുന്നു, ഗോദയിലേക്കുണ്ടായിരുന്നു. അപ്പോൾ സിനിമ ജേർണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ജിതിൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവനത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു സിനിമ എന്നുള്ള രീതിയിൽ. അത് കാരണം ഗോദയുടെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് ഇതൊരു കുഞ്ഞു സിനിമയായിരുന്നു. ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്കറിയാം അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്നത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത്, ആ ഒരു ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത്. പക്ഷെ അത് ഇവൻച്വലി അത് പുൾ ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ, കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക, 100-150 ദിവസത്തോളം ആക്ടേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അവരുടെ ജീവിതത്തിൽ 150 ദിവസം ഒരാൾ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക, ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അയാളുടെ വിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാൾ ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ, അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ആദ്യത്തെ സിനിമയാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. സിനിമയുടെ ഔട്ട്പുട്ടും അതിന്റെ റിസൾട്ടിന്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള നിങ്ങൾ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത്. സിനിമ ഒരു വലിയ സിനിമയാണ്, അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോബി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോദയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ 3 റോളൊക്കെ ചെയ്യുന്നു, 3 കഥാപാത്രങ്ങളായി മാറുന്നു. അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല 3 ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോലെ ബീഡി എടുത്ത് നാക്കുകൊണ്ടൊക്കെ ആകുന്നു. അത് 3Dയിൽ കണ്ണി കുത്തുന്ന പറയുന്നു. 3Dയിൽ വരുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കണ്ണടക്കരുതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടൻ എൻ്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൺ ചേട്ടൻ, അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇന്ന് UK എന്ന് പറയും. UK-യിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം വിളിക്കുമ്പോൾ എവിടെയുണ്ട്? താമരശ്ശേരി. UK എന്ന് താമരശ്ശേരി എത്തി, എത്ര വീട്ടിൽ പിന്നെ ഉറക്കമൊന്നുമില്ലേ? അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രഷോ ഷോട്ടും അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും എൻ്റെ ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് എൻ്റെ കൂടെ നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളെ വിടും, അവർ ഷിഫ്റ്റ് എടുത്തുകൊണ്ട്. പക്ഷേ ഇവ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ട്. കൂടാതെ സുരഭിയും അപ്പോൾ
അത്രയും എഫേർട്ട് എടുക്കുന്നത് ജനുവരിൽ എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല. എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ പടത്തിന് മരണമാസം ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല. എന്നെ കൊണ്ട് വയ്യ. കുറച്ചൊക്കെ വേണ്ട വരും. നീയല്ലേ പ്രൊഡ്യൂസ് ചെയ്തു. ഇത്രയും ഉറക്കമില്ലാതെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുമാണ് നോക്കാം. അപ്പോൾ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇതിൻ്റെ ആ തുടക്കം മുതലുള്ള ജേർണി മുതൽ 2016 മുതൽ ഇപ്പോൾ ഇന്ന് ഈ റിലീസിൻ്റെ തലേദിവസം വരെ ഇവിടെ വന്നിരിക്കുമ്പോൾ വരെ ഇന്നിപ്പോൾ എവിടെ നിങ്ങൾ വരുന്നത് ഹൈദരാബാദ് ബോംബെയിൽ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബോംബെയിൽ രാവിലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് 2 ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തുണ്ടായിരുന്നു. പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോൾ ഇന്ന് നാളെ ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടുണ്ട്. നാളെ റിലീസാണ്. ശരിയാണ്. കഴിഞ്ഞ ഓണാഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ. സക്സസ്. അപ്പോൾ ആ രീതിയിൽ ഇവർ ഇതിനു വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട്. ഈവൻ ഈസ്റ്റൻ ചേട്ടനാണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക, ഇതിനെ വിശ്വസിക്കുക, ടോമിനോയെ വിശ്വസിക്കുക, ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക, 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റേതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ടാണ് ഇതിൻ്റെ റൈറ്റർ. അദ്ദേഹവും ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് 2017 സുജിതായിട്ടനെ അവിടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിതാട്ടൻ ഇതിന് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് 7-8 വർഷമായിട്ട്. അപ്പോൾ അതിനിടയിൽ സുജിതാട്ടൻ വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ജേർണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള സഞ്ജു, നമ്മുടെ വിജിത്ത്, സുരഭി, പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ അകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, ആശുപത്രി 2 ആഴ്ച അഡ്മിറ്റായി, കിടപ്പിലൊക്കെ ആയി. അത്രയും കട്ടപ്പാടായിരുന്നു ആ ഷൂട്ട്. അത് എങ്ങനെ ഷൂട്ടിങ് കൊടുത്തുന്നാണ് കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഉണ്ടാവണതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അതിന് ന്യൂമോണിയ ഇട്ടൊന്നുമില്ല. കുട്ടീനെ ഇല്ലാത്തൊക്കെ വലിച്ചടക്കുന്നു. കുട്ടിയുടെ ഷൂട്ട് അതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ ഒരു ഷൂട്ട് തുടങ്ങി. ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പൊ എനിക്ക് ടെൻഷൻ ആയി. ഇപ്പൊ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലേക്ക് ആ ടെൻഷൻ ഉണ്ട്. ഒരു അച്ഛൻ്റെ രോഗം. അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോൾ. ഇത് തീർത്തിട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ഈ പറയുന്ന പോലെ രാത്രിയും പകലില്ലാത്ത ഷൂട്ടും ഒരു പ്രത്യേക ലൊക്കേഷൻ വരുന്നത് അല്ലേ? എന്റെ ബുദ്ധിമുട്ട് ഇത്രയൊന്നും വരില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോ ഫാർ ഈ സിനിമ. ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ ആണെങ്കിലും എത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുമെന്ന് പറയില്ലേ, അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ, അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. 3Dയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടുമ്പുറം, ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ. അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ, വിഷ്വൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരു 5 വയസ്സ് മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.